മാർജാര വംശത്തിൽപ്പെടുന്ന പൂച്ച രക്ഷസ്. പൂച്ച നെഗറ്റീവാണ്. ഒരു ക്ഷണവുമില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്. സൂക്ഷിച്ചു. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം പൂച്ചകളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ക്ഷണവുമില്ലാതെ കയറി വരുന്ന പൂച്ചകളുണ്ടല്ലോ. ഈ പൂച്ചകൾ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ വലിയ ഭാഗ്യമാണ്, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, നന്മയുടെ പ്രതീകമാണ് എന്നൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. ഒരുപാട് പേരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുമാണ് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂച്ചകൾ എവിടെയും പ്രവേശനമുള്ള ആളാണെന്നാണ് പറയുന്നത്, അല്ലേ? പൂച്ചകൾക്ക് ശ്രീകോവിലിനുള്ളിൽ പോലും പ്രവേശനമുണ്ടെന്ന് പറയപ്പെടുന്നു. എന്താണ് പൂച്ചകളുടെ പ്രത്യേകതകൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമെന്ന് പറയുന്നത് പ്രശാന്തമായ സ്ഥലമായിരിക്കും. അതായത് മറ്റുപദ്രവങ്ങളൊന്നുമില്ലാത്ത സുശാന്തമായൊരു സ്ഥലം, അതാണ് അവരെപ്പോഴും വാസയോഗ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചിട്ടാണ് പലരും പറയുന്നത് എന്താണ്, ആ പ്രദേശം സുരക്ഷിതമായിരിക്കും, ആ വീട്ടിലുള്ളവർ സുരക്ഷിതമായിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതൊരു ജീവിയും തങ്ങൾ സുരക്ഷിതരായിട്ടുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴായിരിക്കും? മറ്റ് ജീവികളുടെ ആക്രമണം ഉണ്ടാവാതെ എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നുള്ള സ്ഥലം നോക്കി തിരഞ്ഞെടുക്കുന്ന ഒരു ജീവി, അതാണ് പൂച്ച. അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് 4 കാലിൽ ഇത് വീഴുമെന്നുള്ളത്, അല്ലേ? അപ്പോൾ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ 4 കാലിൽ വീഴുകയും ചെയ്യും, എന്ത് പ്രശ്നത്തെ അതിജീവിക്കുകയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലേസി ക്യാരക്ടർ, അഥവാ മടിയനായ ഒരു ഐറ്റമാണ് ഈ പറയുന്ന പൂച്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കൊരു ഗുണവുമില്ല, അല്ലേ? കുട്ടി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്, എലിയെ പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് പൂച്ച എന്നുള്ളത്. ഇവിടെ അതല്ല പറയുന്നത്. നിരവധി അനുഭവസ്ഥരുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചെങ്കിൽ, പൂച്ചകളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയാൽ എപ്പോഴാണ് കയറി വരുന്നത്? ഏതൊരു ജീവി, നമുക്കറിയാം, നമ്മുടെ വീട് വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു അവസരമാണെങ്കിൽ, കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസരമാണെന്നുണ്ടെങ്കിൽ ഇഴജന്തുക്കളുടെ എണ്ണം വർദ്ധിക്കും, അല്ലേ? അപ്പം അത് മനസ്സിലാക്കി ഇര പിടിക്കാനുള്ള ഒരു ഏരിയ ആണോ എന്ന് മനസ്സിലാക്കി പൂച്ചകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളവിടെ എങ്ങനെയാണ് സുരക്ഷിതമാകുന്നത്? ഈ പറയുന്ന ക്ഷുദ്രജീവികളിൽ നിന്ന് നമ്മൾ സുരക്ഷിതമാകും എന്ന് വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് പൂച്ച വന്നാൽ വളരെ നല്ലതാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രശാന്തമായ ഒരു സ്ഥലത്തായിരിക്കും ഈ പൂച്ച വന്നിരിക്കുന്നത്. പക്ഷേ കൂടുതൽ കാലം ആ പൂച്ച അവിടെ നിൽക്കാറില്ല, തിരിച്ചു പോകാറുണ്ട്. പല കളറിലുള്ള പൂച്ച വരുന്നതിനെ പറ്റി ജ്യോതിഷത്തിൽ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം. മന്ത്രതന്ത്രപ്രകാരം പൂച്ച നെഗറ്റീവാണ്. ജ്യോതിഷ പ്രകാരം പറയുകയാണെങ്കിൽ പൂച്ച എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനെ പല കാര്യങ്ങളിലും അടുപ്പിക്കാറില്ല. എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞുതരാം. ഒരു വീട്ടിലേക്ക് പൂച്ച വന്ന് കയറിക്കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും എന്ന് പലരും പറയുന്നു. ശരിയായിരിക്കാം, സാമ്പത്തിക ലാഭം ഉണ്ടാകും, സത്യമാണത്, സമ്പത്ത് വരും. പക്ഷേ ഈ സമ്പത്തെന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ പണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ച പൈസയൊന്നും ആയിരിക്കത്തില്ല. അത് കടം മേടിച്ച പൈസയായിരിക്കും. ആ കടം മേടിച്ച പൈസയിൽ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും, ചിലപ്പോൾ സമ്പൽ സമൃദ്ധമായിട്ട് തന്നെ പോകും. പക്ഷേ അതിൻ്റെ ഒരു പരിണിത ഫലം, അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്നുള്ളതിനകത്ത് 100% ഉറപ്പാണ്. പൂച്ചകൾ വന്ന് കയറിയാൽ ഒന്നാമത്തെ ഫലം കടമാണ്. 2, രോഗം. അച്ചിട്ടതാണ് രോഗം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇതിനകത്തുനിന്ന് രോഗം സംഭവിച്ചിരിക്കും. പൂച്ച വന്ന് കയറി പൂച്ചയിൽ നിന്ന് അസുഖം ഉണ്ടാവുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ വളരെ വലിയ രോഗങ്ങൾ ഉണ്ടാവാൻ, ചിലപ്പോൾ സർജറി വരെ ഉണ്ടാവാനുള്ള സാധ്യത ആ കുടുംബത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകും. ആ പൂച്ച അവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരുപാട് അനുഭവസ്ഥരുണ്ട്.
അപ്പോൾ നിറത്തിലുള്ള പൂച്ച, ഇന്ന നിറത്തിലുള്ള പൂച്ച വന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നുമില്ല. ഏത് നിറത്തിലുള്ള പൂച്ച വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊരു സൂചനയാണ്, ജ്യോതിഷ പ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇതിനെ കണക്കാക്കുന്നത് മാർജാര വംശത്തിൽപ്പെട്ടതാണ്. രക്ഷസിൻ്റെ കൂട്ടത്തിലൊക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇത് വന്നു കയറിക്കഴിഞ്ഞാൽ 1 കടം, 2 രോഗങ്ങൾ, 3 പോലീസ് കേസ്. കുടുംബത്തിലുള്ളവർ ഒരുവിധം നല്ല രീതിയിലല്ല നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു പോലീസ് കേസൊക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തർക്കങ്ങൾ, അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുരയിടം തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പൂച്ചയുടെ സാന്നിധ്യം കാരണമാകും. ഞാൻ ഈ പറയുന്നത് പേർഷ്യൻ ക്യാറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതിനെ നിങ്ങൾ വീട്ടിൽ മേടിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ച് വീട്ടിൽ വളർത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എവിടെ നിന്നെങ്കിലും വന്നു കയറുന്ന പൂച്ച ചിലപ്പോൾ സിംഗിളായിട്ട് വരാറുണ്ട്, ചിലപ്പോൾ കൂട്ടമായിട്ടും വരാറുണ്ട്, ചിലപ്പോൾ മക്കളുമായിട്ടും വരാറുണ്ട്, ചിലർ വന്ന് പ്രസവിക്കാറുണ്ട് അവിടെ തന്നെ. എല്ലാം ദുരിതമാണ്. പണ്ടുള്ളവർ പറയാറുണ്ടല്ലോ, പൂച്ചയുടെ രോമം വയറ്റിനുള്ളിൽ പോയാൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇത് ഇവർ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതുവരെ പൂച്ചയുടെ രോമം വയറ്റിൽ പോയി ആർക്കും ഭ്രാന്ത് പിടിച്ചതായിട്ട് എനിക്കറിയത്തില്ല. എങ്കിലും ഇത് പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ പിന്നിൽ എന്തിനും. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, പൂച്ച എപ്പോഴും സ്വന്തം ശരീരം നക്കി തുടച്ചുകൊണ്ടിരിക്കും അല്ല. അപ്പോൾ അതിലൂടെ ആ വൈറസ് എപ്പോഴും അതിൻ്റെ ശരീരത്തുണ്ടാവാം. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നെങ്കിലോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇപ്പം റാബീസ് എന്ന് പറയുന്ന സംഭവം, അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ പൂച്ചകളെ അകത്ത് കയറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് മുന്നേ ഉള്ളവർ പറഞ്ഞു വെച്ച കാര്യമാണ് എന്ത്, ഈ പറയുന്ന പൂച്ചകളുടെ രോമം കൊഴിയുമല്ലോ. അപ്പോൾ അത് എന്താണ്, ഒരു അശുഭ ലക്ഷണമാക്കി കണക്കാക്കിയിരുന്നു പണ്ടുള്ളവർ അല്ലേ. പക്ഷേ ഇന്ന് പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുള്ളത് പൂച്ച വന്ന് കയറി കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധി എന്നാണ്. സമ്പൽ സമൃദ്ധി ഉണ്ടാവാം, കടം വരുത്തി വെച്ചുള്ള സമ്പൽ സമൃദ്ധിയാവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും, ഈ പൂച്ച കയറി വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ മനുഷ്യനാണ്, അപ്പോൾ സഹജീവികളോട് എന്ത് കരുണ കാണിക്കണം അല്ലേ. സഹജീവികളോട് കരുണ കാണിക്കാം, ഒരു കുഴപ്പമില്ല, കരുണ കാണിച്ചോളൂ. പക്ഷേ ഏതൊരു ജീവിയും എപ്പോഴാണ് ഒരു പ്രദേശത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത്, അതിന് വേണ്ടത് കിട്ടുമ്പോൾ, സ്ഥിരമായി അതിന് വേണ്ടത് അവിടെ നിന്ന് കിട്ടുമ്പോഴാണ് എന്ത്, ആ പ്രദേശത്ത് ആ പൂച്ചയോ അല്ലെങ്കിൽ മറ്റെന്ത് ജീവികളോ വന്ന് നിൽക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മീൻ വെട്ടുമ്പോൾ തൊട്ട് അയലത്തെ വീട്ടിലെ പൂച്ച വരുന്ന കാര്യമല്ല ഞാനീ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ സ്ഥിരതാമസമാക്കുന്ന പൂച്ചകൾ, സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പൂച്ചകളുണ്ട് അല്ലെ. കൃത്യസമയത്ത് വരും, ആ സമയത്ത് മീൻ വെട്ടുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് വന്ന് അത് കഴിച്ചിട്ട് പോകുന്ന പൂച്ചകൾ. അവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വന്ന് സ്ഥിരതാമസമാക്കുന്ന പൂച്ചകൾ. പിന്നെ പലരും പറയാറുണ്ട്, ഈ പറയുന്ന മുറിവ് ബാധിച്ച പൂച്ചകളൊക്കെ വന്ന് കയറുന്നത് വളരെ ദോഷമാണെന്നുള്ളത്. ഈ പറയുന്ന ഏത് ജീവിയും വന്ന് കയറുന്ന ദോഷം തന്നെയാണ്. അതായത് ഒരു വീട് നല്ല രീതിയിലല്ല അതിൻ്റെ റണ്ണിങ് എങ്കിൽ പല ജീവികളും വന്ന് കയറും അല്ലേ, സ്വാഭാവികമാണ്. ഇപ്പം നമ്മളൊരു വീട് അടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 മാസത്തിനോ 3 മാസത്തിനോ ശേഷം വരുമ്പോൾ അവിടെ പല ജന്തുക്കളും ഉണ്ടാവും, സ്വാഭാവികമാണത്. അപ്പോൾ എത്രത്തോളം ഒരു വീട് ഭംഗിയായി സൂക്ഷിക്കുന്നു അത്രയും മറ്റുള്ള ജീവികളിൽ നിന്നും എന്തുണ്ടാവും, ഒരു അവരുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമൊക്കെ വളരെ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പൂച്ചയ്ക്ക് പകരം വേറൊരു മൃഗമാണ് വന്ന് കയറുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ പറയൂ, നന്മയാണ് നല്ലതാണ് എന്ന് നമ്മൾ പറയൂ. ഇതേ വംശത്തിൽപ്പെടുന്നതാണ് പുലി എന്ന് പറയുന്നത്, വന്ന് കയറുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയൂ ഇല്ല. അപ്പോൾ എന്താണ്, മനുഷ്യ ഉപദ്രവകാരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും തന്നെ ഈ പറയുന്നത് വന്ന് കയറുന്നത് അത്ര നല്ലതല്ല. രോഗങ്ങളെന്ന് പറയുന്നത്, കടബാധ്യതകളെന്ന് പറയുന്നത് വർദ്ധിച്ചു വരും. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ വളരെ സങ്കീർണമായിട്ട് തന്നെ ബാധിക്കും. പൂച്ചകളുടെ സാന്നിധ്യം വിദ്യാഭ്യാസത്തെയും ബാധിക്കും എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസ ഉന്നമനം ഉണ്ടാകുന്നത് ബുധദശയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ബുധൻ്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പൂച്ച എന്ന് പറയുന്ന, രക്ഷസ് എന്ന് പറയുന്ന ഈ സങ്കല്പം തന്നെ ഇതിനെതിരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെതിരാണ് ശരിക്കും പറഞ്ഞാൽ വേദ ജ്യോതിഷ പ്രകാരം പറയപ്പെടുന്നുണ്ട്. അപ്പം അവിടുത്തെ എന്തിനെ ബാധിക്കും, വിദ്യാഭ്യാസത്തിനെ വളരെയധികം ബാധിക്കും. അതുപോലെ തന്നെ മനോവ്യാധികൾ ഉണ്ടാകും, അതിനുള്ള സാധ്യത പറയുന്നുണ്ട്. മനോവ്യാധികൾ എന്ന് പറയുന്നതാണ് ഈ പണ്ടുള്ളവർ ഈ പൂച്ചയുടെ രോമം വയറ്റിൽ ചെന്നാൽ ഭ്രാന്ത് പിടിക്കും എന്ന് പറയുന്നത്.
അപ്പോൾ പൂച്ചയുടെ സാന്നിധ്യം ഇപ്പം സത്യത്തിൽ അത് പോയി ഭ്രാന്തി പിടിക്കുമെന്നല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം മനോവ്യാധികൾക്ക് കാരണമാകും എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയുടെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പറയുന്നത്. അപ്പോൾ മനോവ്യാധികൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ മനസ്സിൻ്റെ താളം തെറ്റാനും ഒക്കെയുള്ള സാധ്യത പൂച്ച സാറ് തരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യത്തില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വീട്ടിലാണല്ലോ വന്ന് കയറി പുറത്തുള്ളൊരു പൂച്ചയാണ്, വല്ല നക്കലോ മാന്തലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോയി എന്തെടുക്കണം? ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലേ, അത് നമ്മൾ പോയി എടുക്കേണ്ടി വരും. അങ്ങനെയും ധനനഷ്ടമൊക്കെ സംഭവിക്കാം. അതിപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത് ഫ്രീ ആയതുകൊണ്ട് അതിനകത്ത് വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ എന്നിരുന്നാലും പൂച്ചയെ വളർത്തുക എന്ന് പറയുന്നത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. വീട്ടിൽ വളർത്താൻ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, എലി പിടിക്കുമല്ലോ, നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട് അല്ലേ. ഇപ്പോഴത്തെ വീട്ടിൽ എലിവിഷം, പകരം എലിവിഷം മേടിച്ച് വെച്ചാലും മതി, നമുക്കറിയാമല്ലേ. അപ്പോൾ പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ അതിനെ പുറത്തിട്ട് വളർത്താൻ ശ്രമിക്കുക. പുറത്തിട്ട് വളർത്താൻ ശ്രമിക്കുക. കൂടുതൽ കയ്യിലിട്ട് താലോലിക്കാൻ നിൽക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരു പൂച്ച വന്ന് കയറുന്നത്, അതിന് ആഹാരം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ പുറത്തുനിന്ന് വന്ന് കയറി അതവിടെ സ്ഥിരതാമസമാക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നല്ല വീടിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശരിയായ നടപടിയല്ല. നിങ്ങൾ ഏതൊരു വീടും എടുത്തു നോക്കിയാൽ മതി. ചിലപ്പോൾ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ചില വീടുകളുണ്ട്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പണ്ട് കാലഘട്ടത്തിലുള്ള അറയും നിലയുള്ള വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത്തരത്തിലുള്ള വീടുകൾ ഇപ്പം ഈവൻ എൻ്റെ ഫാമിലി പെടുന്ന വീടുകളാണെങ്കിലും, അപ്പോൾ അവിടെ പോലും നിരവധി പൂച്ചകളെ കാണാൻ പറ്റും. അപ്പോൾ ഈ നിരവധി പൂച്ചകളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തൊരു ഭംഗിയാണ്, എന്തൊരു രസമാണ്. സത്യത്തിൽ അത്രയും നെഗറ്റീവ് എനർജി എനിക്ക് വേറെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളിത് കേൾക്കുന്നവർക്ക് തോന്നും, ഈ പൂച്ചകൾ ഇത്രയും വലിയ നെഗറ്റീവാണോ, ഇയാൾക്ക് എന്താ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നുള്ളത്. തോന്നാറുണ്ട്. കാരണം ഈ പൂച്ച വന്ന് കയറിയ വീടുകളൊന്നും നേരെ ചൊവ്വേ പോയ ചരിത്രമില്ല. ഞാൻ 1, 2, 3, 10 വീടുകളുടെ കാര്യം എടുത്തിട്ടല്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വളരെ വിശദമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇതിനൊരു ബാഹ്യവശം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതും കൂടെ അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിരിക്കും. പക്ഷേ മക്കളെ അല്ല, നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, എപ്പോഴാണ് ഇത്തരത്തിലുള്ള ജീവികളൊക്കെ കയറി വരുന്നത് എന്നുള്ളത്. അഥവാ ചിലപ്പോൾ ആർക്കെങ്കിലും ഈ പൂച്ച കയറി വന്നിട്ട് എന്തെങ്കിലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിരവധി ആളുകൾക്കും ഇതുകൊണ്ടൊരു നല്ല മാറ്റമല്ല. ചിലപ്പോൾ ഒരുപക്ഷെ തുടക്കത്തിലൊക്കെ നല്ല മാറ്റമായിരിക്കാം. പക്ഷേ അതിൻ്റെ പരിണിത ഫലം, അതായത് നിങ്ങൾക്ക് അപ്പോൾ കിട്ടിയ ആ സമ്പൽ സമൃദ്ധിയിൽ നിന്നും എങ്ങനെയാണോ ഗ്രാഫ് മേലോട്ട് പോയത് അതിനേക്കാളും കുറച്ചുകൂടെ 2 പടി താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂച്ച വന്ന് കയറുന്നത് ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കൂടുതൽ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഒരുക്കി അതിന് ആ വീട്ടിൽ തന്നെ ഇരുത്തുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയല്ല. നമുക്കറിയാമല്ലോ, ഇത്തരത്തിലുള്ള ജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലേ. ഇപ്പം മുറിവേറ്റ് കിടക്കുന്നൊരു പൂച്ചയെ കാണുന്നു, അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നൊരു നായക്കുഞ്ഞിനെ കാണുന്നു. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പം അവരെ വിളിച്ചറിയിക്കുകയോ അപ്പോൾ അങ്ങനെയുള്ള കൈമാറ്റങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാം അല്ലേ. അല്ലാതെ ഈ പറയുന്ന വരുന്ന പൂച്ചയെ എറിഞ്ഞു ഓടിക്കണമെന്നും തല്ലി കൊല്ലണമെന്നും അല്ല ഇതിൻ്റെ അർത്ഥം. അവർക്കും ഇവിടെ ജീവിച്ചേ പറ്റൂ അല്ലേ. സകല ജീവജാലങ്ങളും ഇവിടെ ജീവിച്ചേ മതിയാവും. അപ്പോൾ മനുഷ്യനും അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാട്ടിൽ പോയി താമസിച്ചാൽ മതിയല്ലോ. അപ്പോൾ കാട് വൃത്തിയാക്കി മനുഷ്യൻ എന്ത് ചെയ്തു, ജീവിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ, ഒഴിവാക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പൂച്ചകൾ വന്ന് കയറുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതുണ്ടായവരുണ്ടാവും, മോശം അനുഭവം ഉള്ളവരുണ്ടാവും. എന്തോ ആയാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല കാര്യമായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇതൊരു സൂചനയായിട്ട് തന്നെ എടുത്തുകൊള്ളുക. പൂച്ച വരുന്നത് ഒരിക്കലും അത്ര നല്ലതല്ല. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.